ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയുടെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് 11/6/2024 പരീക്ഷാഫലമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കേരള സർവകലാശാല 2023 നവംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc സൈക്കോളജി റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന നിങ്ങൾക്ക് ജൂൺ 17 വരെ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇനി പരീക്ഷാ വിജ്ഞാപനമാണ്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 6-8 സെമസ്റ്റർ BTech 2018 സ്കീം സപ്ലിമെൻ്ററി 18-19 അഡ്മിഷൻ ജൂലൈ 2024 പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജാ രവിവർമ്മ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷൻ ആർട്സ് 2024-25 വർഷത്തേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കേരള സർവകലാശാലയുടെ കീഴിലുള്ള രാജാ രവിവർമ്മ സെൻറ്റർ ഫോർ എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്ടിസ്റ്റ്, മാസ്റ്റർ ഓഫ് വിഷ്വൽ ആർട്സ് ഇൻ പെയിൻറ്റിംഗ്, മാസ്റ്റർ ഓഫ് വിഷ്വൽ ആർട്സ് ഇൻ ആർട്ട് ഹിസ്റ്ററി എന്നീ കോഴ്സുകളിലേക്ക് 2024-25 വർഷത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. പൂരിപ്പിച്ച അപേക്ഷകൾ 2024 ജൂലൈ 15 വരെ സമർപ്പിക്കാം. പ്രവേശന പരീക്ഷ 2024 ഓഗസ്റ്റ് 5-നും അഭിമുഖം ഓഗസ്റ്റ് 16-നും നടത്തുന്നതാണ്. ക്ലാസുകൾ 2024 സെപ്റ്റംബർ 1-ന് ആരംഭിക്കുന്നതാണ്. ഇനി കേരള സർവകലാശാല 2024 ജൂലൈയിൽ ആരംഭിക്കുന്ന 4ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് BA, BSc, BCom, BPA, BCA, BPA, BMS, BSW, BVoc എന്നീ CBC SSCR റെഗുലർ 2022 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2021 അഡ്മിഷൻ സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ മെയിൻ സിസ്റ്റൻസ് 13-16 ആൻഡ് 18 അഡ്മിഷൻ പരീക്ഷകൾക്ക് ഫൈനില്ലാണ്ട് 2024 ജൂൺ 17 വരെയും 150 രൂപ ഫൈനോട് കൂടി ജൂൺ 20 വരെയും 400 രൂപ ഫൈനോട് കൂടി ജൂൺ 22 വരെയും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ ഡിഗ്രി, PG, BEd അഡ്മിഷൻ എക്സസൈസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. PG ആൻഡ് BEഡിൻ്റെ രജിസ്ട്രേഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഗ്രിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതുവരെ വന്നിട്ടില്ല. രാത്രിക്ക് മുമ്പായിട്ട് വരുമെന്നാണ് ഹോപ്പ് ചെയ്യുന്നത്. ആൻഡ് മറ്റുള്ള നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എക്സാം റിസൾട്ടുകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ടുകൾ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ചിലർ തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊരു ഇൻഫോർമേഷൻ. അപ്പം നമുക്ക് ജൂലൈ എൻഡ് ആവുന്ന മുമ്പ് തന്നെ തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കാരണം നിലവിൽ പുതിയ ബാച്ച് തുടങ്ങുകയാണ്, ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർക്കൊപ്പമാണ് ഇപ്പോൾ എഴുതാൻ നിൽക്കുന്ന ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. റിസൾട്ട് വന്നതിന് ശേഷം സപ്ലി മറ്റുണ്ടെന്നുണ്ടെങ്കിൽ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിന് മുമ്പായിട്ട് എന്തായാലും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. മറ്റുള്ള ഇൻഫോർമേഷൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ഏതൊരു ഇൻഫോർമേഷൻ അറിയുന്നതിന് വേണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്